തണ്ണിമത്തൻ്റെ ജ്യൂസ് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് തണ്ണിമത്തനായിട്ട് വന്ന രണ്ടുപേരാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്നൊരു കുഞ്ഞ് നോമ്പുതുറ സെറ്റ് ചെയ്തിട്ടോ, ഒരുപാട് പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് സഡൻലി ഓക്കെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഐറ്റംസ് കൊണ്ടുവന്നിട്ട് ഒരു കുഞ്ഞ് നോമ്പുതുറ സെറ്റ് ആക്കാമെന്ന് പറഞ്ഞ് സെറ്റ് ആക്കിയതാണ്. അതിൽ ജ്യൂസിൻ്റെ ഇൻചാർജ് ദേ ഇവർക്ക് രണ്ടുപേർക്കുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ടൈം ഇല്ലാത്തതുകൊണ്ട് നേരത്തെ തണ്ണിമത്തൻ വാങ്ങിച്ചു തന്നിട്ട് ദേ ഇപ്പോൾ പോയി കുളിച്ചിട്ട് 6:15 വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ബാങ്ക് വിളിച്ചു കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും എത്തിയത്. അവർ മാത്രമല്ല, അവർ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നസ്റിനും ഷാമിലും വന്നത്. സോ നമ്മൾ ഓരോരുത്തരും ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാമെന്നായിരുന്നു പ്ലാൻ. അതിൽ ഞാൻ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കി, നസ്റിനും ഷാമിലും എഗ് ബജിയും കട്ട്ലറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കട്ട്ലറ്റ് വീട്ടിൽ നിന്ന് ഫ്രൈ ചെയ്യാനുള്ള ടൈം ഇല്ലാത്ത കാരണം ഇവിടെ വന്നിട്ടാണ് ഫ്രൈ ചെയ്തത്. വെറുതെ പറയല്ല കേട്ടോ, നസ്റിൻ്റെ കട്ട്ലറ്റ് ഒരു രക്ഷയുണ്ടായില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ഷാമിലിൻ്റെ സ്പെഷ്യൽ ചായയും കട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങൾ നല്ല അടിപൊളി ചായയും കട്ട്ലറ്റും എഗ് ബജിയും ഒക്കെ ആയിട്ട് ചായ കൂടിയും കഴിഞ്ഞു. പിന്നെ മെയിൻ കോഴ്സ് വീട്ടിൽ നിന്നല്ല കേട്ടോ, അത് ഞങ്ങൾ പുറത്ത് പോയാണ് കഴിച്ചത്. അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. കട്ട്ലറ്റ് ശരിക്കും അടിപൊളി, കാരണം ഒരു ഒതന്റിസിറ്റി കിട്ടും. ഇപ്പൊ ചിക്കന് നമുക്ക് ശരിക്കും ചിക്കന്റെ ഫ്ലേവർ